ഹലോ ഫ്രണ്ട്സ്, ഷാസ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുമ്പത്തെ 2 വീഡിയോസിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് BMW 2 കാറുകളായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് മെർസിഡീസ് ബെൻസിൻ്റെ A200 എന്ന ഈ ഒരു മോഡൽ വാഹനമാണ്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് സീറ്റിലിരിക്കുമ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻസൈഡായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ AC-യുടെ എയർ വരുന്ന ഹോളാണ്. നമുക്ക് അങ്ങനെ ക്ലോസ് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സീറ്റിൻ്റെ കൂട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു മറ്റു വാഹനങ്ങളിലൊക്കെ നമ്മുടെ സീറ്റിൻ്റെ താഴെ വരുന്ന ഈ ഒരു ഓപ്ഷന് ഇവർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡോറിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡോറ് ലോക്ക് അൺലോക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നല്ലൊരു ആംബസ്റ്റഡ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ എല്ലാ കാറിലും കാണുന്നത് പോലെ 4 വിൻഡോ ഓപ്പൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സൈഡ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇത് പാർക്കാണ്, ഹാൻഡ് ബ്രേക്ക്. അതുപോലെ തന്നെ ഇത് ലൈറ്റ് ഒരുപാട് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിലേക്ക് വരികയാണെങ്കിൽ മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റേഡിയോ, വോയിസ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ച്, ഫോണ്, അതുപോലെ തന്നെ നമുക്ക് ഹോം, അതുപോലെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന വേറെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു നോബാണ്. നമ്മുടെ ഫസ്റ്റ് വണ്ടി കാതിലേക്ക് ഈ ഒരു സിസ്റ്റം ആയിരുന്നു. പക്ഷേ അത്രയ്ക്ക് പവർ എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സിമ്പിളായിട്ടാണ് അത് ഷിഫ്റ്റ് ആകുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഷിഫ്റ്റിംഗ് വരുന്നത്. അപ്പോൾ പാർക്ക് വരുന്നത് ജസ്റ്റ് ഈ സൈഡിലൊന്ന് പ്രസ് ചെയ്താൽ വാഹനം പാർക്കിലേക്കാവും. അപ്പോൾ ഈ ഒരു സൈഡ് വരുന്നത് നമ്മുടെ വൈപ്പർ കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഈ ഒരു നോബിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ AC ഹോളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ വരുന്നത് ഇത്രയും വലിയൊരു സ്ക്രീനാണ്. നമ്മുടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. നമുക്ക് AC, അതുപോലെ തന്നെ റേഡിയോ, മറ്റു സിസ്റ്റങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇത് ഉപയോഗിക്കും. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത് അപാരമാണ്. അപ്പോൾ ഇനി പറയാനുള്ളത് ഇവിടെയാണ് നമുക്ക് മൊബൈൽ വയർലെസ് ചാർജർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു USB Type-C പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടീ-ട്രേ, 2 ടീ-ട്രേ ഉണ്ട്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. ഇത് നമുക്ക് വാഹനത്തിൻ്റെ 3 മോഡുകൾ, സ്പോർട്സ് മോഡ്, ഡൈനാമിക്, അതുപോലെ തന്നെ ഫുഡ് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു സ്പേസും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ചാർജിങ് Type-C പോർട്ട് കമ്പനി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് AC ഈ 2 കാണുന്ന 2 ഹോളിലൂടെയാണ് ബാക്ക് AC വരുന്നത്. അപ്പോൾ ഇനി പറയുകയാണെങ്കിൽ നമുക്ക് സൺലൈറ്റ് പറയാനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട്. കണ്ടില്ലേ? ഓക്കെ, അതുപോലെ തന്നെ ആ ഒരു സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ലൈറ്റ് സ്വിച്ചുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് റൂഫ് തുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ലൈറ്റ് ഓൺ ചെയ്യാനുള്ള സ്വിച്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്
നമുക്ക് ഫ്രണ്ടിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു സ്റ്റീരിയോ ബോക്സും ഈ ഒരു വാഹനത്തിന് കമ്പനി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റിംഗ് ആണ്. ഇത് നമുക്ക് AC സിങ്ക് ചെയ്യാനും, ഇത് AC ബട്ടണ്, നമുക്ക് AC ഇൻടേക്ക് എയർ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ പാർക്കിംഗ് ലൈറ്റ് 4 ഇൻഡിക്കേറ്റർ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ ഫാന്, കുറച്ച് സ്വിച്ചുകൾ, മെനു, പെട്ടെന്ന് നമുക്ക് AC മെനു ഒക്കെ കിട്ടണമെങ്കിൽ, റേഡിയോയുടെ മെനു ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് മെനു ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ സ്റ്റാർട്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ഓഫ് എന്നൊരു ഫീച്ചർ ഉണ്ട്. അത് നമുക്ക് ഓഫ് ആക്കി വെക്കണമെങ്കിൽ ജസ്റ്റ് ഇതിമൊന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡോർ വരികയാണെങ്കിൽ നമ്മളെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും ഹാൻഡും കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇൻറ്റീരിയർ വ്യൂ എന്ന് പറയുകയാണെങ്കിൽ അപാര വ്യൂ ആണ് ഈ ഒരു വണ്ടിയുടെ. നല്ലൊരു കംഫർട്ടും ഉണ്ട്, ഡ്രൈവിംഗ് കംഫർട്ടും അത്യാവശ്യം അടിപൊളിയാണ്. നമുക്ക് പറയാനുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഡ്രൈവ് ചെയ്യുകയാണ് ഈ ഒരു വാഹനം. നമ്മുടെ ഗിയർ മാറുന്നത് നമുക്ക് നല്ലൊരു ഫീല്. മൊത്തത്തിൽ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ പവറായിട്ട് BMW കയറുന്നത് പോലെ ഈ ഒരു വാഹനം കയറുന്നില്ല എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട്. അപ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഓരോ ഗിയറിനും ഓരോ സ്പീഡ്, അതായത് ഓരോ RPM ഈ ഒരു വാഹനം ടേക്ക് ചെയ്യുന്നത് ഓരോ സ്പീഡാണ്. ആ ഒരു സ്പീഡ് കഴിഞ്ഞാൽ RPM താനെ ഡൗൺ ആയിക്കൊണ്ട് അടുത്തൊരു സ്പീഡിലേക്ക്, അടുത്തൊരു ഗിയറിലേക്ക് മാറും, ഷിഫ്റ്റിംഗ് ആവുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഓരോ വണ്ടിക്കും ഓരോ ടൈപ്പല്ലേ. അപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങനെയാണ്. അത്യാവശ്യം നമ്മൾ 100ലേക്ക് കയറുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡ്രൈവിംഗ് കംഫർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ മെർസിഡീസ് ബെൻസ് ആ ഒരു കാര്യത്തിലൊന്നും കുറവ് വരുത്തിയിട്ടില്ല. അത്യാവശ്യം ഗട്ടറുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും സ്റ്റേ ട്യൂൺ. ബൈ.